ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ 4 kg വെയിറ്റ് വരുന്ന ഒരു ക്യാരറ്റ് ഡേറ്റ്സ് പുഡിംഗ് കേക്കിൻ്റെ ആണ്. 75th ബർത്ത്ഡേയുടെ കേക്കാണ്. നമുക്ക് റെസിപ്പി നോക്കാം. ഒരു പാനിലോട്ട് 250 ml കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, മെൽറ്റ് ആയിക്കോളും. ഇളക്കണമെന്നൊന്നുമില്ല, ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ കാരമലൈസ് ചെയ്യാൻ കുറച്ച് ക്ഷമ വേണം. ധൃതി പിടിച്ച് പെട്ടെന്ന് ഹൈ സ്പീഡിലിട്ടൊന്നും ചെയ്ത് എടുക്കരുത്. നമ്മുടെ ഷുഗർ നല്ലപോലെ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഡാർക്ക് ആവുന്ന വരെ ഒന്ന് ചെയ്തെടുക്കാം. ഇതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. നമ്മുടെ ഷുഗർ നല്ല കളറായി വന്നിട്ടുണ്ട്. ഞാൻ 250 ml വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. ആ വെള്ളം കുറേശ്ശെയായിട്ട് ചൂടോടുകൂടി തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരമലൈസ് ചെയ്ത് നല്ല ചൂടുള്ള കാരണം തെറിക്കാനുള്ള മേത്തിക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം സൂക്ഷിച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഈ കാരമലൈസ് ആയിട്ടുള്ള ഷുഗർ ജസ്റ്റ് കട്ട പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഇളക്കി മെൽറ്റ് ആയിക്കോളും. വെള്ളം നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ. ഇതുപോലെ കട്ടകളൊക്കെ ഉണ്ടാവും, അതൊന്ന് ഇളക്കി സെറ്റ് ആയിക്കോളും. നമ്മുടെ കാരമൽ സിറപ്പ് ബോയിലായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലോർ മിക്സ് റെഡി ആക്കാനായിട്ട് 3 കപ്പ് ഓഫ് ചെയ്ത് മൈദ കണക്കാനായിട്ട് വയ്ക്കാം. ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പാണ്. അതിലോട്ട് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പട്ട പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഗ്രാമ്പു പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഏലക്കായ പൊടി 1/2 ടീസ്പൂൺ, ജാതിക്ക 1/2 ടീസ്പൂൺ, സോൾട്ട് 1/4 ടീസ്പൂൺ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സീവ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ 2-3 വട്ടമായിട്ട് സീവ് ചെയ്ത് എടുത്തിട്ടുണ്ട് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിലോട്ട് 3 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 കപ്പ് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇത് ഡേറ്റ്സ് ചോപ്പ് ചെയ്ത് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചുടച്ചേക്കണതാണ്. 3/4 കപ്പ് കാഷ്യൂനട്ട് ക്രഷ്ഡ്. ഇതിലോട്ട് നമ്മൾ സീവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കുക, വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിലോട്ട് 6 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം 2 കപ്പ് പൗഡർ ഷുഗർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കാതെ കുറേശ്ശായിട്ട് ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പൗഡർ ഷുഗർ ആണെങ്കിലും നല്ലപോലെ ഒന്ന് മിക്സ് ആവണം. കട്ടായിട്ടൊന്നും സൈഡിൽ കിടക്കാതെ ശ്രദ്ധിക്കണം.
നമ്മൾ 2 കപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ മിക്സ് ആയതിനു ശേഷം 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചാൽ വല്ലാണ്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ കാരമൽ സിറപ്പ് ആദ്യം ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുള്ള സിറപ്പ് 1 കപ്പോളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ റിച്ച് കാരമൽ സോസ് വാങ്ങിക്കാൻ കിട്ടും, അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഓപ്ഷനിലാണേ. അതുപോലെ കാരമൽ കളർ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കാരമൽ സിറപ്പ് ഒഴിച്ചപ്പോൾ തന്നെ നമ്മുടെ ബാറ്ററിൻ്റെ കളറൊക്കെ നല്ലോണം ചേഞ്ച് ആയി വന്നിട്ടുണ്ട്, നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കാഷ്യൂനട്ട് മിക്സ് കുറേശ്ശായിട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കാതെ 2-3 വട്ടമായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഫ്ലോർ മിക്സും കുറേശ്ശായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിന് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളക്കാതെ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കുന്നതാവും നല്ലത്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഫുള്ളായിട്ട് ഫ്ലോർ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പാച്ചിൽ വെച്ചൊന്ന് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്, ബീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത്. ഞാനിവിടെ ഒരു 12 ഇഞ്ചിൻ്റെ ട്രേ ബട്ടർ പേപ്പർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബാറ്റർ ഫുള്ളായിട്ടാണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ നമുക്ക് കാഷ്യൂ നട്ട്സ് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ ഐസിങ് ചെയ്യുന്ന കാരണം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, പ്ലെയിനായിട്ട് ബേക്ക് ചെയ്ത് എടുക്കുകയാണ്. ഇത് നല്ലപോലെ ഒന്ന് തട്ടി കൊടുത്ത് എയർ ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം സ്ക്രൂ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ആയിക്കോളും. ഞാനിവിടെ 2 കിലോയുടെ 2 കേക്കായിട്ടാണ് ബേക്ക് ചെയ്ത് എടുത്തേക്കണത്. ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ചെയ്തെടുത്തേക്കുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചാൽ ഓവൻ സെറ്റപ്പിലോട്ട് 70 to 80 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഓവനിൽ ചെയ്യുകയാണെങ്കിലും 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലോട്ട് 70 to 80 മിനിറ്റ്സോളം വേണ്ടി വരും. ഞാൻ നേരത്തെ ക്യാരറ്റ് പുഡിംഗ് കേക്ക് ഇതുപോലെ 1 kg ഇട്ടിരുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.